ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷിന്റെ നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് കുറച്ച് വലിയ സെന്റൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. അതായത് നമുക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെന്റൻസ് ആണ് കേട്ടോ. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ. നമുക്ക് ഡെയിലി ലൈഫിൽ നമുക്ക് ഇതുപോലുള്ള സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് സെന്റൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബസ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് വഴിയിൽ ഇറങ്ങേണ്ടി വന്നു. നമുക്കൊക്കെ സംഭവിക്കാറുള്ള ഒരു സെന്റൻസ് ആണ് അല്ലെ. നമ്മളിപ്പോ എങ്ങോട്ടെങ്കിലും പുറത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ് എപ്പോഴാണ് ബ്രേക്ക് ഡൗൺ ആകുക പറയാൻ പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇതുപോലെ സെന്റൻസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് എന്ത് എക്സാമ്പിൾ ആണ്? നിങ്ങൾക്ക് ഇതുപോലെ വേറെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബസ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് ബസ്സിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നു. ഓക്കെ, അപ്പോ ഇത് കഴിഞ്ഞ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, എങ്ങനെ പറയാം? ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ബസ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയുന്നത് ഒരു രണ്ട് സെന്റൻസുകളും ഒരേ സമയത്ത് നടക്കുന്ന സിറ്റുവേഷൻ ആണ്. സോ നമുക്ക് വൈൽ യൂസ് ചെയ്ത് പറയാം. വൈൽ ഐ വാസ് ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ടുഡേ. ഞാൻ ഇന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ദ ബസ് ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. അല്ലെ, വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി എന്ന് പറയുമ്പോൾ ദ ബസ് ബ്രോക്ക് ഡൗൺ അല്ലെ, പാസ്റ്റ് ആണല്ലോ. അപ്പം ദ ബസ് ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. ബസ് വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആയി. എനിക്ക് വഴിയിൽ ഇറങ്ങേണ്ടി വന്നു. ഇങ്ങനെ പറയാൻ വേണ്ടിട്ടോ. സോ അതുകൊണ്ട് ഐ ഹാഡ് ടു ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓൺ കയറുക, ബസ്സിൽ നിന്ന് ഇറങ്ങുക എന്ന് പറയുന്നതിന് ഗെറ്റ് ഓഫ് ആണ്. സോ ഐ ഹാഡ് ടു ഗെറ്റ് ഓഫ് ദ ബസ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, വൈൽ ഐ വാസ് ഗോയിങ് ടു ദ റെയിൽവേ സ്റ്റേഷൻ ടുഡേ ദ ബസ് ബ്രോക്ക് ഡൗൺ ഓൺ ദ വേ. സോ ഐ ഹാഡ് ടു ഗെറ്റ് ഓഫ് ദ ബസ്. സിമ്പിൾ ആണല്ലോ. നെക്സ്റ്റ് സെന്റൻസ് നോക്കൂ. ഞാൻ മറ്റൊരു ബസ് കാത്തു നിൽക്കുമ്പോൾ എന്റെ സുഹൃത്ത് കാറുമായി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിൽ കയറിയില്ല, കാരണം അവൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. ഇത് നമുക്ക് സിമ്പിളായി പറയാം. വലിയൊരു സെന്റൻസ് ആണെങ്കിൽ പോലും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്കിത് പറഞ്ഞ് നോക്കാനായിട്ട് പറ്റും അല്ലെ. അപ്പൊ ഞാൻ മറ്റൊരു ബസ് കാത്തു നിൽക്കുമ്പോൾ എന്റെ സുഹൃത്ത് കാറുമായി വരുന്നുണ്ടായിരുന്നു. ഇതും രണ്ടും ഒരുമിച്ച് നടക്കുന്നൊരു പ്രവൃത്തിയാണ് അല്ലെ. അപ്പൊ ഞാൻ മറ്റൊരു ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് വൈൽ യൂസ് ചെയ്ത് പറയാം. വൈൽ ഐ വാസ് വെയിറ്റിംഗ് ഫോർ അനദർ ബസ്. ഞാൻ മറ്റൊരു ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ മൈ ഫ്രണ്ട് കെയിം ബൈ കാർ. മൈ ഫ്രണ്ട് കെയിം ബൈ കാർ. എന്റെ ഫ്രണ്ട് കാറുമായി വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ കാറുമായി വന്നു. കഴിഞ്ഞ കാര്യമാണല്ലോ. വൈൽ ഐ വാസ് വെയിറ്റിംഗ് ഫോർ അനദർ ബസ് മൈ ഫ്രണ്ട് കെയിം ബൈ കാർ. മൈ ഫ്രണ്ട് കെയിം ബൈ കാർ. കാറുമായി വന്നു. ഓക്കെ, ഇനി പറയുന്നത് എന്താണ്? പക്ഷേ ഞാൻ അതിൽ കയറിയില്ല എന്നാണ്. ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ്. പക്ഷെ ഞാൻ അതിൽ കയറിയില്ല ബിക്കോസ് അവൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു എന്നാണല്ലോ. ഷി വാസ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. വൈൽ ഐ വാസ് വെയിറ്റിംഗ് ഫോർ അനദർ ബസ് മൈ ഫ്രണ്ട് കെയിം ബൈ കാർ. ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇറ്റ് ബിക്കോസ് ഷി വാസ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. ഞാൻ മറ്റൊരു ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ എന്റെ സുഹൃത്ത് കാറുമായി വന്നു, അല്ലെങ്കിൽ കാറുമായി വന്നിരുന്നു, അല്ലെങ്കിൽ കാറുമായി വരുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ വന്നു. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് മൈ ഫ്രണ്ട് കെയിം ബൈ കാർ. കാറുമായി വന്നു ഇങ്ങനെ തന്നെ പറയാം. ബട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ് ഇൻ. പക്ഷെ ഞാൻ അതിൽ കയറിയില്ല ബിക്കോസ് ഷി വാസ് ഗോയിങ് ടു ദ ഹോസ്പിറ്റൽ. അവൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. ഓക്കെ, നെക്സ്റ്റ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബസ് കിട്ടി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബസ് കിട്ടി. ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. എങ്ങനെ പറയാം? അതായത് 5 മിനിറ്റിന് ശേഷം എന്നാണ്. സോ നമുക്ക് ഇങ്ങനെ പറയാം, ആഫ്റ്റർ 5 മിനിറ്റ്സ് ഐ ഗോട്ട് എ ബസ്. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബസ് കിട്ടി. അതായത് 5 മിനിറ്റിന് ശേഷം എനിക്ക് ബസ് കിട്ടി. ആഫ്റ്റർ 5 മിനിറ്റ്സ് ഐ ഗോട്ട് എ ബസ് ആൻഡ് റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. രണ്ട് സെന്റൻസ് ആണല്ലോ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ബസ് കിട്ടി. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തി. ഓക്കെ, അപ്പോൾ ആഫ്റ്റർ 5 മിനിറ്റ്സ് ഐ ഗോട്ട് എ ബസ് ആൻഡ് റീച്ച്ഡ് ദ റെയിൽവേ സ്റ്റേഷൻ. ഓക്കെ, എനിക്ക് 12 മണിക്കായിരുന്നു ട്രെയിൻ. അതിനു മുമ്പ്
ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി. എങ്ങനെ പറയാ? കഴിഞ്ഞ കാര്യമാണ് പറയുന്നത്. അപ്പം എനിക്ക് 12 മണിക്കായിരുന്നു ട്രെയിൻ, അതിനു മുമ്പ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഹോട്ടലിലേക്ക് പോയി. അപ്പോ മൈ ട്രെയിൻ വാസ് അറ്റ് 12 o'clock. അല്ലെ, കൃത്യസമയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് അറ്റ് 12 o'clock എന്ന് പറയാം. മൈ ട്രെയിൻ വാസ് അറ്റ് 12 o'clock. എനിക്ക് ട്രെയിൻ ഉള്ളത്, അല്ലെങ്കിൽ എനിക്ക് ട്രെയിന് എത്ര മണിക്കായിരുന്നു? 12 മണിക്കായിരുന്നു. അതിനു മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയി. അതുകൊണ്ട് സോ ബിഫോർ ദാറ്റ് ഐ വെന്റ് ടു എ ഹോട്ടൽ ടു ഹാവ് ഫുഡ്. ടു ഹാവ് ഫുഡ്, ഭക്ഷണം കഴിക്കാൻ ഞാൻ ഹോട്ടലിലേക്ക് പോയി എന്നാണ്. അപ്പൊ അവിടെ നമുക്ക് ടു ഹാവ് ഫുഡ് എന്ന് യൂസ് ചെയ്യാം. മൈ ട്രെയിൻ വാസ് അറ്റ് 12 o'clock. സോ ബിഫോർ ദാറ്റ് ഐ വെന്റ് ടു എ ഹോട്ടൽ ടു ഹാവ് ഫുഡ്. 12 മണിക്കാണ് എനിക്ക് ട്രെയിന്, അതുകൊണ്ട് അതിനു മുമ്പ് ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോയി, അല്ലെങ്കിൽ ഞാൻ ഭക്ഷണം കഴിക്കാൻ ഹോട്ടലിലേക്ക് പോയി. ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്. ഭക്ഷണം കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ട്രെയിൻ വന്നു, അല്ലെങ്കിൽ എന്റെ ട്രെയിൻ എത്തി എന്ന് പറയാറുണ്ടല്ലോ. ഭക്ഷണം കഴിച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും എന്റെ ട്രെയിൻ എത്തി, അല്ലെങ്കിൽ ട്രെയിൻ വന്നു. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഇവിടെ വിത്തിൻ യൂസ് ചെയ്ത് പറയാം, ബൈ ദ ടൈം യൂസ് ചെയ്ത് പറയാം. ഇനി ഇത് രണ്ടും യൂസ് ചെയ്യാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമുക്ക് എല്ലാ ഫോമും ഒന്ന് നോക്കാം. ഫസ്റ്റ്, വിത്തിൻ ഹാഫ് ആൻ അവർ ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ അരമണിക്കൂറിനുള്ളിൽ, അല്ലെ, ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിനുള്ളിൽ, വിത്തിൻ ഹാഫ് ആൻ അവർ ആഫ്റ്റർ ഈറ്റിംഗ് മൈ ട്രെയിൻ അറൈവ്ഡ്. വിത്തിൻ ഹാഫ് ആൻ അവർ ആഫ്റ്റർ ഈറ്റിംഗ് മൈ ട്രെയിൻ അറൈവ്ഡ് എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് ബൈ ദ ടൈം യൂസ് ചെയ്ത് ഇങ്ങനെ പറയാം, ബൈ ദ ടൈം ഐ ഫിനിഷ്ഡ് ഈറ്റിംഗ്. ബൈ ദ ടൈം ഐ ഫിനിഷ്ഡ് ഈറ്റിംഗ് മൈ ട്രെയിൻ അറൈവ്ഡ്. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്റെ ട്രെയിൻ എത്തി. ഓക്കെ, ഇനി ഇത് രണ്ടും യൂസ് ചെയ്യാതെ എങ്ങനെ പറയാം? ഹാഫ് ആൻ അവർ ആഫ്റ്റർ ഈറ്റിംഗ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം, ഭക്ഷണം കഴിച്ച് അരമണിക്കൂറിന് ശേഷം, അല്ലെ, ഭക്ഷണം കഴിച്ച് അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും, അല്ലെങ്കിൽ കഴിഞ്ഞതിന് ശേഷം, ഹാഫ് ആൻ അവർ ആഫ്റ്റർ ഈറ്റിംഗ് മൈ ട്രെയിൻ അറൈവ്ഡ്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അപ്പൊ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ളത് ഒന്നൊരിക്കൽ വിത്തിൻ യൂസ് ചെയ്ത് പറയാം, അല്ലെങ്കിൽ ബൈ ദ ടൈം യൂസ് ചെയ്ത് പറയാം. ഓക്കെ, നെക്സ്റ്റ്. അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ലോങ് സെന്റൻസുകളാണ്, അല്ലെ, നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെന്റൻസുകളാണ്. അപ്പൊ ഇതുപോലെ നിങ്ങളും ഒന്ന് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഇനി നിങ്ങൾക്കൊരു സെന്റൻസ് തരാം. നീ ട്രെയിനിൽ എങ്ങോട്ട് പോവുകയായിരുന്നു? നീ ട്രെയിനിൽ എങ്ങോട്ട് പോവുകയായിരുന്നു എന്നെങ്ങനെ ചോദിക്കും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് വീണ്ടും ഈ ചാനൽ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.